ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഓം സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് അഞ്ചുതെങ്ങിലെ ശ്രീ സ്വാമിമഠം. തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് താലൂക്കിൽ കടക്കാവൂരിനും കായിക്കരയ്ക്കും ഇടയ്ക്കായി കടലിനും കായലിനും ഇടയിലുള്ള ചെറിയ സ്ഥലമാണ് അഞ്ചുതെങ്ങ്. അഞ്ചുതെങ്ങ് കോട്ടയ്ക്ക് 1.5 കിലോമീറ്റർ മാറിയാണ് ഈ മഠം സ്ഥിതി ചെയ്യുന്നത്. അഞ്ചുതെങ്ങ് ജ്ഞാനേശ്വരം ക്ഷേത്രത്തിനടുത്താണ് ഈ മഠം. പുത്തൻ വീട്ടുകാരെന്ന തറവാട്ടുകാരാണ് ഈ സ്ഥലം ഗുരുദേവന് ദാനമായി കൊടുത്തത്. ഇവിടെ ഒരു ക്ഷേത്രവും പഞ്ചലോഹ വിഗ്രഹവും ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിത യാത്രയിലെ ഒരു വഴിത്തിരിവാണ് ഈ മഠവും ഇതിനു ചുറ്റുമുള്ള സ്ഥലവും. ഗുരുദേവന്റെ പഠനം കഴിഞ്ഞ് ചെമ്പഴന്തിയിൽ ഒരു കുടിപ്പള്ളിക്കൂടം ആരംഭിച്ചിരുന്നു. അത് വിജയിക്കാതെ വന്നപ്പോൾ രണ്ടാമത് ആരംഭിച്ചത് ഇവിടെയാണ്. കുറച്ചു കാലം അത് നിലനിന്നിരുന്നു. ഈ സമയങ്ങളിലെല്ലാം ഗുരുദേവനും കൂട്ടരും ഈ മഠം എന്ന പേരായ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് ഗുരുദേവന്റെ സന്യാസ ജീവിതം ആരംഭിക്കുന്നത് തന്നെ. ഈ മഠത്തിൽ ഉത്സവം നടത്താൻ പാടില്ലെന്ന് ഗുരുദേവൻ പ്രത്യേകം പറഞ്ഞിരുന്നു. എന്നാൽ ജ്ഞാനേശ്വര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെയും ഉത്സവം നടത്തണമെന്ന് നാട്ടുകാർ വാശി പിടിച്ചു. ഗത്യന്തരമില്ലാതെ മഠാധിപതി അതിന് അനുവാദവും കൊടുത്തു. അങ്ങനെ ഉത്സവ ദിവസമായി. കൊടിയേറാനുള്ള കൊടിക്കയറും സാധന സാമഗ്രികളും എല്ലാം അവർ വാങ്ങിവെച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അന്നത്തെ ദിവസം അമ്പലത്തിലെ സ്വാമിയാരുടെ ഭാര്യ ആ കൊടിക്കയറിൽ തൂങ്ങി മരിച്ചു. അങ്ങനെ ഉത്സവം നടത്തിയില്ല. കാലം കുറേ കഴിഞ്ഞു. 1925 വീണ്ടും ഉത്സവം നടത്തണമെന്ന് നാട്ടുകാർ തയ്യാറായി. ഇത്തവണ എഴുന്നള്ളത്തിന് കൊണ്ടുവന്ന ആന വിരണ്ടോടി. ജനങ്ങൾ നാലുപാടും ഓടി. അതിനുശേഷം കുറേ കഴിഞ്ഞപ്പോൾ ആൾക്കാർ വീണ്ടും ഒരുമിച്ച് കൂടി. അപ്പോൾ ആരോ ഒരു ചങ്ങലയുമായിട്ട് അതിലെ വരുന്നു. ആ ചങ്ങലയുടെ സൗണ്ട് കേട്ടപ്പോൾ വീണ്ടും ആന തിരിച്ചു വരുന്നു എന്നുള്ള ഇതിൽ ആൾക്കാർ വീണ്ടും വിരണ്ടോടാൻ തുടങ്ങി. അതിനുശേഷം ഇന്ന് വരെ അവിടെ ഉത്സവം നടത്തിയിട്ടുമില്ല. ആരും ഉത്സവം നടത്തണമെന്ന് വന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല. ശിവഗിരി മഠമാണ് ഇവിടെ ഭരണം നടത്തുന്നത്. ഈ മഠത്തിൽ വിശ്രമിക്കവെയാണ് ഗുരുദേവൻ ഇന്ദ്രിയ വൈരാഗ്യം എന്ന കൃതി രചിച്ചത്. ഇവിടെ ഉപദേവതകളായി ഗണപതി, സുബ്രഹ്മണ്യൻ, ശാസ്താവ് എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നാളെ വേറെ ഒരു വിഷയവുമായിട്ട് വീണ്ടും എത്താം. ഗുരുവോ.